നമസ്കാരം. കരിങ്കുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് നമ്മൾ രാവിലെ ഏറ്റു നോക്കുമ്പം വീട്ടിൽ കറണ്ട് ഉണ്ടാവില്ല. അതായത് നല്ല മഴക്കാലമാണ്, എപ്പോൾ വേണമെങ്കിലും കറണ്ട് പോകാം. നമ്മൾ ഒരു വിവാഹത്തിന് പോകാനായിട്ട് ഇന്നിപ്പോൾ നിശ്ചയിച്ചിരിക്കുകയാണെങ്കിൽ നേരം വെളുത്ത് നമ്മുടെ ഡ്രസ്സൊക്കെ തേക്കാനായിട്ട് നോക്കുമ്പം നമ്മുടെ ഷർട്ടോ അല്ലെങ്കിൽ നമ്മുടെ സാരി ഒന്നും തേക്കാൻ പറ്റുന്നില്ല, അതെല്ലാം ചുളുങ്ങി കൂടിയിരിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടാവും സാധാരണ ഇതിൽ. അതൊരു 850 വാട്ട്സോ അങ്ങനെയൊക്കെ ചെറിയ പവറേ ഉണ്ടാവുള്ളൂ ഇൻവെർട്ടറിന്. അപ്പോൾ അതിനകത്ത് നമുക്ക് നമ്മുടെ അയൺ ബോക്സ്, നമ്മുടെ തേപ്പുപെട്ടി നമുക്കത് കുത്താനായിട്ട് പറ്റത്തുമില്ല. അപ്പോൾ അങ്ങനെ വിഷമിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെർട്ടറിൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലൊക്കെയുള്ള ചില ട്രിക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു 3-4 രീതിയിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും. നേരത്തെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതേപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമായിരുന്നു ഇതേപോലെയുള്ള കരിപ്പെട്ടികൾ. ഇത് കുറച്ച് ആളുകളുടെയൊക്കെ വീട്ടിലേ ഉണ്ടാവുള്ളൂ. എല്ലാവരുടെയും വീട്ടിൽ ചിലപ്പോൾ കാണുമെന്ന് നിർബന്ധമില്ല, കാരണം ഇതൊക്കെ എടുത്തെല്ലാം ആക്രിക്ക് പലരും ഉണ്ടെങ്കിലും കൊടുത്തു കാണും. ഇതിനകത്ത് നമ്മൾ കരിക്കട്ട ഇട്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ ചിരട്ട കത്തിച്ച് ഇതിനുള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് തേക്കാനായിട്ട് സാധിക്കും. ഡ്രസ്സൊക്കെ തേച്ചെടുക്കാം. ഏത് കറണ്ടില്ലെങ്കിലും ഏത് സാഹചര്യത്തിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇതിപ്പം വളരെ അപൂർവം ആളുകളുടെ വീടുകളിൽ കൂടെ ഇതിപ്പോൾ ഉണ്ടാകത്തുള്ളൂ. ഉണ്ടെങ്കിൽ തന്നെയും ആളുകൾ ഇതൊന്നും ഉപയോഗിക്കാനായിട്ട് ഒട്ടും തയ്യാറുമാകുകയില്ല. ഇതൊക്കെ എടുത്ത് ആക്രിക്കൊക്കെ കൊടുത്തും കാണും. ഇത് ഞാൻ ഒരുപാട് കാലം ഉപയോഗിച്ചിട്ടുള്ള പഴയകാല ഒരു പെട്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് പിത്തളയാണ് കേട്ടോ. ഇത് ശരിക്കും ബ്രാസിലുണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതിനകത്ത് 2 ടൈപ്പിലുള്ളത് വരുന്നുണ്ട്, കാസ്റ്റൈനുണ്ട്, അതുപോലെ തന്നെ ബ്രാസിലുള്ളതും വരുന്നുണ്ട്. ഇത് നല്ല ബ്രാസിൽ വരുന്നത്. ഇതിന് നല്ല ചൂടായിരിക്കും. നല്ല കുറച്ച് കനലിട്ട് കൊടുത്താൽ നല്ല ചൂട് ഒക്കെ കിട്ടുമെന്നുള്ളതാണ് ഈ ബ്രാസിനുള്ള ഒരു ഗുണം. പക്ഷേ ഇതിനുള്ള ഒരു പ്രശ്നം, ഇത്ര ഒരെണ്ണം നമ്മളിപ്പോൾ മേടിക്കാനായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു അയൺ ബോക്സ് അല്ലെങ്കിൽ ഒരു തേപ്പൊട്ടി മേടിക്കുന്നതിൻ്റെ ഇരട്ടിയോ 3 ഇരട്ടി വില കൊടുത്താൽ പോലും ഇത്തരത്തിലൊരു നല്ലൊരു ബ്രാസിൻ്റെ പെട്ടി നമുക്ക് കിട്ടത്തില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഇപ്പോൾ ഇതാരുടെങ്കിലും ഒട്ടും ഇല്ലതാനും. ഇതാണ് നമ്മൾ ഇത്രയും കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് നമുക്ക് മാറ്റിക്കളയേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്മുടെ അയൺ ബോക്സിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി വോൾട്ടേജ് കുറച്ചാൽ, അതായത് നമ്മളുടെ വീട്ടിലുള്ള സ്റ്റെപ്പുകളൊക്കെ ഉണ്ടല്ലോ, വലിയ സ്റ്റെപ്പുകൾ, അതിനെയൊക്കെ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു 110 വോൾട്ടിലേക്ക് ഡൗൺ ചെയ്തിട്ട് നമുക്ക് അതേ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സാധാരണ അയൺ ബോക്സുകൾ നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് കൊടുത്താൽ കുറച്ച് ചെറിയ ചൂടിൽ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. പക്ഷേ അത് സാധാരണ ആളുകൾക്കൊന്നും ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. മാത്രമല്ല നമ്മുടെ ഒന്നും വീടുകൾ അതുപോലെ വലിയ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറുകളൊന്നും ഉണ്ടാകത്തില്ല. ഇനി പുതിയത് വാങ്ങിക്കാനാണെങ്കിൽ തന്നെ അതിന് നല്ലൊരു എമൗണ്ട് മുടക്കും വരും. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് ചിന്തിച്ചിട്ട് വലിയ പ്രയോജനം ഉണ്ടാവുന്നില്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇതേപോലെയുള്ള ചെറിയ പെട്ടികൾ മേടിക്കാനായിട്ട് കിട്ടും. ഇതുണ്ടോ, ഇതൊരു കുഞ്ഞ് ചെറിയ അയൺ ബോക്സാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിന് 600 വാട്ടിലാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ചൂടും കിട്ടും. 600 വാട്ടേ ഉള്ളൂ. അപ്പം ഇത് നമുക്ക് സാധാരണ നമ്മുടെ ഇൻവെർട്ടറുകൾക്കൊക്കെ 850 വാട്ടുണ്ട്. അതിന് താഴോട്ടുള്ള ഇൻവെർട്ടറുകൾ വളരെ കുറവാണ്. അപ്പോൾ ഈ 600 വാട്ടുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ലൈറ്റുകളൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്ര ഒരെണ്ണം നമ്മൾ മേടിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തേച്ച് എവിടെ വേണമെങ്കിലും പോകാനായിട്ട് സാധിക്കും. കറണ്ട് പെട്ടെന്ന് പോയാലും നമുക്കൊന്നും പേടിക്കാനില്ല എന്നുള്ളതാണ്. ഇത് നിങ്ങൾ മേടിക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മേടിക്കണം. മാത്രമല്ല ഇതിൽ 600 വാട്ട്സ് എന്നൊക്കെ എഴുതി വെച്ചാലും ചിലത് 1000 വാട്ടും 1200 വാട്ടും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇത് 600 ആണെന്നുള്ളത് ഉറപ്പ് വരുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ മേടിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെർട്ടർ കൊടുത്താൽ വർക്ക് ചെയ്യാതെ വരും എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു കാര്യം. പിന്നെ ചിലതൊക്കെ തീർത്തും ക്വാളിറ്റി ഇല്ലാത്തൊക്കെ നമുക്ക് നെറ്റിനകത്തൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളതൊന്നും മേടിക്കരുത്. മേടിക്കി വെച്ചിട്ട് നിങ്ങൾ ക്വാളിറ്റി കുറവാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ചു കൊടുത്താൽ മതി, എന്നിട്ട് വേറെ എടുത്താൽ മതി. അപ്പം ഇത്ര ഒരെണ്ണം മേടിച്ച് ഉപയോഗിക്കാം. അതാണ് നമുക്കുള്ളൊരു 3ാമത്തെ ഓപ്ഷൻ. ഇനി അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്ന അയൺ ബോക്സ് തന്നെ ഉപയോഗിക്കണം. ഇതിപ്പോൾ ചെറുതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ആ ഒരു സുഖം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട പിടിയിലാണെങ്കിലും പിടിക്കാൻ പോലും ഇച്ചിരി ഇടയൊന്നും ഉണ്ടാവില്ല, ഇച്ചിരി കുഞ്ഞല്ലേ. അപ്പോൾ അതല്ല, നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണം നിർബന്ധമാണെങ്കിൽ അതിന് ഞാൻ വേറൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ട് ഇതുപോലെ ഉള്ള സംഭവം ഇതായിരിക്കും നമ്മുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വലിയ പെട്ടികൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്ന് നിർബന്ധമാണെങ്കിൽ അതിനുപയോഗിക്കാവുന്ന ഒരു ടെക്നിക്കാണ്. ഇതുണ്ട് ഇതേപോലെയുള്ള കപ്പാസിറ്ററുകൾ. ഇതുണ്ട് ഇത് 10 മൈക്രോഫാഡ് 10 MFTയുടെ കപ്പാസിറ്ററാണ്. ഇത്തരത്തിലുള്ള കപ്പാസിറ്ററുകൾ കൊടുത്തുകൊണ്ട് നമുക്ക് ആ വലിയ അയൺ ബോക്സിലേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് കൊടുക്കാണ്ട് ഞാനിത് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു. ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് വേറെ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ കപ്പാസിറ്റർ കൊടുത്തിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോക്സാണ്. ഇത് കണ്ടോ, ഇതിലൊരു വയറും കൊടുത്ത് വെറുതെ ഒരു പ്ലഗ് സോക്കറ്റ് മാത്രം. ഇത് കുറച്ച് പഴയതാണ്, അതിങ്ങനെ കളറൊന്നും ഇല്ലായിരിക്കും കേട്ടോ. ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇത് ഞാൻ അയൺ ബോക്സിന് വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുന്നത്. ഇത് കണ്ടോ, ഇതിനകത്ത് 3 കപ്പാസിറ്ററുകളാണ് വെച്ചിരിക്കുന്നത്. കണ്ടോ, 1 2 3 ചെറിയ കപ്പാസിറ്ററാണ്. ഇത് ഞാൻ മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയും കുറേ കാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ 2 ബോക്സുകൾ വെച്ചിട്ട്, അതായത് മുകളിൽ ഒരു ബോക്സും താഴെ ഒരു ബോക്സുമായിട്ട് 2 ബോക്സുകൾ വെച്ചിട്ട് ഒരു ബോക്സിനകത്ത് കപ്പാസിറ്ററുകൾ വെക്കുക,
രണ്ടാമത്തെ ബോക്സ് നമ്മൾ പ്ലഗ് സോക്കറ്റ് പിടിപ്പിച്ചിട്ട് നമുക്കിത് കുത്താനായിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ടും നിങ്ങളുടെ സ്വന്തം നിങ്ങൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ അയൺ ബോക്സ് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഭയങ്കര ഹീറ്റ് ഉണ്ടാവില്ല, കാരണം നമ്മൾ കുറച്ചിട്ടാണല്ലോ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഹീറ്റ്. അപ്പോൾ അതിനകത്ത് ഇതുപോലെയുള്ള 10 MFTയുടെ കപ്പാസിറ്റി ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സ് നിങ്ങൾ മേടിക്കുക കണ്ടോ. ഇതുപോലെയുള്ള 2 ബോക്സുകൾ മേടിച്ചിട്ട് ഇതുപോലെ ഒരു ബോക്സിനകത്ത് ഇതുപോലെ കപ്പാസിറ്റർ ഇതിനുള്ളിൽ ഒരു 4 വെച്ചാൽ ഏകദേശം നിങ്ങളുടെ ഈ പെട്ടി എടുക്കാനായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് വരും. ഇനി അതല്ല നിങ്ങൾക്ക് എന്നിട്ടും നിങ്ങളുടെ ഇതിലെടുക്കുന്നത് കട്ടായി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 ആക്കാം. ഇതിൻ്റെ എത്ര എണ്ണമാണ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഔട്ട്പുട്ടിനകത്തേക്ക് എടുക്കുന്ന വാട്ട് നിങ്ങൾക്ക് ക്രമീകരിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരു 600 വാട്ടിൻ്റെ പെട്ടി നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതുപോലത്തെ 2 മറ്റോ കപ്പാസിറ്റർ അല്ലെങ്കിൽ 3 കപ്പാസിറ്റർ ചെയ്യുന്ന നിങ്ങൾക്ക് 600 വാട്ടിലേക്ക് അത് നിജപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം ഇത്തരത്തിലുള്ള വലിയ പെട്ടികളാണ് ഇതിന് ഏകദേശം 2000 വാട്ട് 2500 വാട്ട്സൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഈ കപ്പാസിറ്റർ വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ പകുതി ഹീറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് കൂടുതൽ ടൈം എടുത്താൽ നിങ്ങൾക്കത് തേച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ളൊരു പ്രശ്നമൊക്കെ വരും. പക്ഷേ അത് നമുക്ക് വേറെ യാതൊരു മാർഗ്ഗമില്ലെങ്കിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ചൂടും ഇല്ലാതുകൊണ്ട് വെറുതെ നമ്മൾ ചുളുങ്ങിക്കൂടിയ ഒരു ഷർട്ട് അല്ലെങ്കിൽ ഒരു സാരി എടുത്തുകൊണ്ട് പോകുന്നതിനെ കഴിഞ്ഞും ഭേദമാണല്ലോ എന്ന് കരുതി ഞാൻ ഈ ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം ഇത് ചെയ്ത് കഴിയുമ്പം മറ്റേ നല്ല കറണ്ടുള്ളപ്പോൾ തേക്കുന്നത് അതുപോലെ തന്നെ ക്ലിയറായിട്ട് നല്ല സ്മൂത്തായിട്ടൊന്നും വരുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അപ്പോൾ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു ട്രിക്ക് എന്നുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്യും. അപ്പോൾ ഇതുപോലെ കപ്പാസിറ്ററുകൾ കൊടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ ഒരെണ്ണം കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ കൂടെ സീരിയലായിട്ട് കണക്ഷൻ കൊടുത്താൽ വേറെ ഒന്നും കൊടുക്കാനില്ല. 2 ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെ 2 വയറുകൾ ഇത് തമ്മിൽ ഇങ്ങനെ 2 തമ്മിൽ പിരിച്ചിട്ട് ഈ കപ്പാസിറ്ററുകളെ തമ്മിൽ ഇതുപോലെ ഒരു റെസിസ്റ്റർ ഇട്ടിട്ട് ഒന്ന് ജോയിൻറ്റ് ചെയ്യണം. അതായത് കണ്ടോ ഇതുപോലെ ഇത് ഏകദേശം 100K ആണ്, 100K അല്ലെങ്കിൽ ഒരു 220K 100K 150K അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം അത്രയും ഹൈ വാല്യൂലുള്ള ഒരെണ്ണം എടുത്തിട്ട് നമ്മളുടെ ഈ കപ്പാസിറ്ററിൻ്റെ ഈ 2 കാലുകളുണ്ടല്ലോ ഈ 2 കാലുകളെയും തമ്മിലിങ്ങനെ ഒന്ന് ബന്ധിപ്പിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നമ്മൾ സീരിയൽ കണക്ഷനായിട്ട് തന്നെ നമ്മുടെ സോക്കറ്റിൽ കൊടുത്താൽ അതിനിപ്പം ഇത് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ വേറൊരു വീഡിയോയ്ക്കകത്ത് ഇതെല്ലാം കൃത്യമായിട്ട് കൊടുത്ത് ഞാൻ വേണമെങ്കിൽ വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. ഇതിപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തി കഴിയുമ്പോഴേക്കും ഒത്തിരി ലെങ്തായിപ്പോൾ അപ്പോൾ ആൾക്കാർ നീളം കൊള്ളാമെന്ന് വീഡിയോയ്ക്ക് പറയുന്നതുകൊണ്ട് ഞാനത് കാണിച്ചു തരുന്നില്ല. ഇത് ഉണ്ടോ ഇതുപോലെ കൊടുത്താൽ മതി. ഇതുപോലെ 2 ജോയിൻറ്റ് ചെയ്തു. ഇതെന്തിനാണ് കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കപ്പാസിറ്ററിൽ ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് ചാർജ് ശേഖരിച്ച് വെക്കും. 230 വോൾട്ട് എന്ന് പറഞ്ഞാൽ 230 വോൾട്ട് തന്നെ ഇതിനകത്ത് എപ്പോഴും കാണും. ഇത് തൊട്ട് തന്നെ ഭയങ്കരമായിട്ട് ഷോക്ക് അടിക്കും. ഇത് നമ്മൾ പ്ലഗ് സോക്കറ്റ് ഊരിയിട്ടാലും ഇതിൻ്റെ ഈ വയറ് നമ്മൾ പിടിച്ചാൽ നമുക്ക് നല്ല ശക്തിയായിട്ട് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ 2 കൂടി പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഷോക്ക് കേൾക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു റെസിസ്റ്റർ കൊടുക്കുന്നത്. അപ്പം നമ്മളെപ്പോൾ ഇത് ഊരിയാലും അപ്പം തന്നെ ഈ റെസിസ്റ്റർ വഴി ഇത് നമുക്ക് ഡിസ്ചാർജ് ആയി പോകുള്ളൂ. ഈ കപ്പാസിറ്ററിനകത്ത് ചാർജ് എപ്പോഴും ശേഖരിച്ച് വെക്കുന്ന ആ ഒരു സംഭവം ഉണ്ടാവില്ല. അതിനുവേണ്ടിയാണ് നമ്മളെപ്പോഴും ഇതിനകത്ത് ചെറിയൊരു റെസിസ്റ്റർ കൊടുത്താൽ മതി. അത് എത്ര എണ്ണം ഉണ്ടെങ്കിലും അതിന് ഈ ഒരു റെസിസ്റ്റർ കൊടുത്താൽ മതി. അതേക്കൂടെ അത് ഈസി ആയിട്ട് ഡിസ്ചാർജ് ആയി പോയിക്കോളും. ഇതിനകത്ത് ഏറ്റവും നിങ്ങൾക്ക് ചൂട് നന്നായിട്ട് കിട്ടുന്നതും ഏറ്റവും സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനും പറ്റുന്ന ഇതുപോലുള്ള ഒരു കൊച്ചു പെട്ടി 600 വാട്ടിന് മേടിക്കുകയാണെങ്കിൽ ഇത് നല്ല ചൂട് കൂടുതലുണ്ടാകും. പെട്ടെന്ന് നിങ്ങൾക്ക് സാധാരണ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ കണക്ക് തന്നെ നിങ്ങൾക്കിത് നല്ല ഹീറ്റിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അത് പറ്റുന്നില്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ കപ്പാസിറ്റർ ഇട്ടിട്ടുള്ള ഈ ബോക്സ് ഉണ്ടാക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളുടെ സാധാരണ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബോക്സ് തന്നെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു സ്മൂത്തായിട്ട് വർക്ക് നടക്കും. ഇതിന് സംഭവം നല്ല ഇതിനടിയിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ ഈ സംഭവമൊക്കെ ഇതൊക്കെ ഇത്തിരി ക്വാളിറ്റി എപ്പോഴും കുറവായിരിക്കും ചെറിയ പെട്ടികൾ വരുന്നതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ 4 കാര്യം ഞാൻ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ നേരത്തെ ചെറിയ ഇൻവെർട്ടറുകൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഞാൻ ഇതുപോലെ കപ്പാസിറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ഷർട്ടുകളൊക്കെ ഞാൻ തേച്ചെടുക്കുമായിരുന്നു. അപ്പം എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇതൊരു അത്ഭുതമായിരുന്നു ഈ ചെറിയ ഇൻവെർട്ടറിൽ ഇതെങ്ങനെ ഈ അയൺ ബോക്സ് വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇതായിരുന്നു അതിനകത്ത് ഉപയോഗിച്ചിരുന്ന ട്രിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഉപയോഗപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് ഒരുപാട് ആൾക്കാർ കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളോടൊപ്പം നിൽക്കുക. ഇതേപോലെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു പുതിയ ട്രിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.